ഇത്തവണ LDF-നൊപ്പം നിന്ന വൈപ്പിൻ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കൊച്ചി മുൻ മേയർ ടോണി ചമ്മണിയെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിരത്തിയാണ് UDF-ന്റെ പ്രചാരണമെന്ന് ടോണി ചമ്മണി പറയുന്നു. ഇത്തവണ വൈപ്പിൻ ഒപ്പം നിൽക്കുമെന്നാണ് ടോണി ചമ്മണിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുടനീളം UDF മുന്നിട്ട് നിന്നപ്പോഴും വൈപ്പിൻ മണ്ഡലം ഇടതുമുന്നണിയെ കൈവിട്ടില്ല. UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയെ KN ഉണ്ണികൃഷ്ണൻ 8201 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻ മേയർ ടോണി ചമ്മണിയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കുന്നത്. ആളുകളുമായി നാം ഇടപഴകുമ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്ന ജനങ്ങളുടെ ഒരു പ്രതിഫലനം ഇവിടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി വേണ്ട കാര്യങ്ങൾ പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഒരു ബേണിംഗ് ഇഷ്യൂ എന്നുള്ളത് കുടിവെള്ളമാണ്. കുടിവെള്ള പ്രശ്നം ഈ മണ്ഡലത്തിൽ പല ഭാഗത്തുമുണ്ട്. നമുക്കൊരു പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷം അതിന് മുൻഗണന നിശ്ചയിക്കുക എന്നുള്ള കാര്യം. മുൻഗണന നിശ്ചയിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഒരു മിഷൻ മോഡിങ് അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുക, ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അവലംബിച്ചാൽ നിസ്സംശയം ഏത് നാടിൻ്റെയും ഏത് പ്രശ്നങ്ങൾക്കും വലിയ അളവിൽ പരിഹാരം കാണാൻ സാധിക്കും. എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വാശിയിലാണ് ഇത്തവണ UDF. അടിസ്ഥാനപരമായിട്ട് ഇത്തിരി കുറവാണ്. ഇപ്പം ഈ റോഡ് പണിത് തന്നെ മെമ്പർമാരുടെ ഫണ്ട് വെച്ചൊക്കെയാണ് പണിതേണത്. റോഡുകൾ പണിയാനുള്ള ഫണ്ട് വെച്ചാണ് ഈ ഇത് പണിതേക്കണത്. MLA ഫണ്ട് വളരെ കുറവാണ്. അത് അവരിക്കടേതായിട്ടുള്ള വാർഡിലേക്കാണ് കൂടുതലും പോയേക്കണത്. വൈപ്പിൻ നിവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് UDF-ന്റെ പ്രചാരണം. ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഗതിയിലിരിക്കുകയാണ്. പാവപ്പെട്ടവർക്കല്ല അവർ തന്നെ, അവർക്ക് ആൾക്കാർക്ക് മാത്രമാണ് അവർ എന്തും ചെയ്യുന്നത്. മണ്ഡലം ജയിക്കണം, ജയിപ്പിക്കാൻ പറ്റുള്ളൂ. സിറ്റിംഗ് MLA KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് മാറിയപ്പോൾ MB ഷൈനിയാണ് ഇത്തവണ മണ്ഡലം നിലനിർത്താൻ LDF-നായി ഇറങ്ങുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.